റമദാൻ നോയമ്പൊക്കെ ആരംഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ വെള്ളിയാഴ്ചയായ ഇന്നലെ ജുമാ നിസ്കാരത്തിനായി പള്ളിയിലേക്ക് എത്തിയത് ഒരുപാട് വിശ്വാസികളാണ്. പല പള്ളികളിലും നിസ്കരിക്കുന്നവരുടെ നിര പുറത്തേക്ക് വരെ നീണ്ടു. കടുത്ത ചൂടിനെയും വകവയ്ക്കാതെയായിരുന്നു വിശ്വാസികൾ പള്ളിയിലേക്ക് എത്തിയത്. ദിവസങ്ങളിൽ ഏറ്റവും പുണ്യമായ ദിവസമാണ് വെള്ളിയാഴ്ച. പ്രവാചകൻ ആദം നബിയെ ദൈവം സൃഷ്ടിച്ചതും സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചതും വെള്ളിയാഴ്ച ദിവസത്തിലാണ്. റമദാനിലെ ആദ്യ വെള്ളിയാഴ്ചയായ ഇന്നലെ നേരത്തെ തന്നെ വിശ്വാസികൾ പള്ളികളിലെത്തി ഖുർആൻ പാരായണം ചെയ്തു. വെള്ളിയാഴ്ച ദിവസം ഖുർആനിലെ അധ്യായമായ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ വിശ്വാസിയുടെ കാൽപാദം മുതൽ വാനോളം വരെ പ്രകാശം അന്ത്യനാൾ ലഭിക്കുന്നതായിരിക്കും എന്നാണ് ഇസ്ലാമിക വിശ്വാസം. കൂടാതെ 2 ജുമകൾക്കിടയിലുള്ള വിശ്വാസിയുടെ പാപങ്ങളും പൊറുക്കപ്പെടുമെന്നും വിശ്വസിക്കുന്നു. റമദാനിലെ ആദ്യ വെള്ളിയാഴ്ചയെ വിശ്വാസികൾ ആത്മീയത നിവർന്നുകൊണ്ടാണ് സ്വാഗതം ചെയ്തതെന്നും വെള്ളിയാഴ്ചകൾ വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നും പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളുണ്ട്. 2 ബാങ്കിൻ്റെ ഇടയിലുള്ള സമയം, 2 ഖുതുബയുടെ ഇടയിലുള്ള സമയം, അസർ നമസ്കാരത്തിൻ്റെ ശേഷമുള്ള സമയം, ഇതൊക്കെ വെള്ളിയാഴ്ചകളിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ വെള്ളിയാഴ്ച സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾക്ക് അവർക്കൊരു വസന്ത ദിവസം കൂടിയാണ് ഈ വെള്ളിയാഴ്ച. അത് ആ ഒരു അർത്ഥത്തിൽ വിശ്വാസികളൊക്കെ എടുത്തിരിക്കുന്നു. ഇന്ന് പള്ളികളൊക്കെ നിബിഡമായിരുന്നു. സാധാരണ വെള്ളിയാഴ്ചയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് എല്ലാവരും പള്ളിയിലേക്ക് വന്ന ഒരു ദിവസം കൂടിയാണ്. എല്ലാവരും വരും, പക്ഷേ നാട്ടിൽ തന്നെ കൂടുന്ന ആളുകളൊക്കെ ആ സമയം ക്രമീകരിച്ചു വരുന്നു എന്നുള്ളതും ഈ ദിവസത്തിന് വിശ്വാസികൾ നൽകുന്ന ഏറ്റവും വലിയ ഒരു ബഹുമാനമാണ്. റമദാനിലെ ആദ്യ 10 വിശ്വാസികൾക്ക് മേൽ ദൈവത്തിന്റെ കാരുണ്യം ഉണ്ടാകും. അതിൽ തന്നെ ഏറെ പുണ്യം നിറഞ്ഞ ദിവസമാണ് റമദാനിലെ ആദ്യ വെള്ളിയാഴ്ച. റമദാൻ മാസത്തിലെ മഹത്വവും മനുഷ്യർക്ക് കാരുണ്യം ചെയ്യേണ്ടതിന്റെ പ്രാധാന്യവും ഖുത്ബകളിലൂടെ ഇമാമുകൾ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തി. രണ്ടാമത്തെ 10 ദിനങ്ങൾ പാപമോചനത്തിന്റെയും അവസാനത്തെ 10 നരകമോചനത്തിന്റെയും ദിനങ്ങൾ കൂടിയാണ്. ജുമുഅ നിസ്കാരത്തിന് ശേഷം പള്ളികളിൽ ഉദ്ബോധന പ്രസംഗവും മരണപ്പെട്ടവർക്കും രോഗം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും വേണ്ടി പ്രത്യേക കൂട്ടപ്രാർത്ഥനയും നടന്നു. അനൽക സയ്യിദ്, ന്യൂസ് മലയാളം, കോഴിക്കോട്.